പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ഇന്നലെ ISLൽ ബംഗളൂരു FC വലിയൊരു പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത്. 4-2 എന്ന സ്കോറിലായിരുന്നു ഒഡീഷ FCക്കെതിരെ ഇന്നലെ ബംഗളൂരു FC പരാജയപ്പെട്ടത്. ആദ്യ മിക്ക മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റോടെ വിജയിച്ച ഒരു ടീമായിരുന്നു ബംഗളൂരു FC. എന്നാൽ കഴിഞ്ഞ 5 മാച്ചുകളിൽ നിന്ന് ബംഗളൂരു FC വഴങ്ങിയതാവട്ടെ മൊത്തത്തിൽ 11 ഗോളുകളാണ്. 10 മത്സരങ്ങൾ കളിച്ച ബംഗളൂരു FC നിലവിൽ 20 പോയിന്റുകളുമായി 2ാം സ്ഥാനത്താണ്. എന്നാൽ സീസണിന്റെ തുടക്കമുണ്ടായ ഒരു മികച്ച ഫോമിലല്ല നിലവിൽ ബംഗളൂരു FC ഉള്ളത്. മറുഭാഗത്ത് ഒഡീഷ FC ആവട്ടെ ഇപ്പോൾ അവരുടെ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ജെയ്സൺ കമ്മിങ്സ്. മോഹൻ ബഗാന് വേണ്ടി അങ്ങനെ ജെയ്സൺ കമ്മിങ്സ് മൊത്തത്തിൽ 50 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി 50 മത്സരങ്ങൾ കളിച്ച താരം നിലവിൽ ഇപ്പോഴും മികച്ച ഫോമിൽ തന്നെയാണ് ടീമിനു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. 50 മത്സരങ്ങൾ കളിച്ച ജെയ്സൺ കമ്മിങ്സ് 25 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 5 അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട്. മോഹൻ ബഗാനെ ഷീൽഡ് വിന്യാസാക്കാനും ഡ്യൂറന്റ് കപ്പ് ജേതാക്കളാക്കാനും വലിയ പങ്കുവഹിച്ചൊരു താരം കൂടിയാണ് ജെയ്സൺ കമ്മിങ്സ്. ഈ ഒരു സീസണിൽ താരം 8 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ചില മാറ്റങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് വീക്കാണ്. പല ഇന്ത്യൻ പ്ലേയേഴ്സിന്റെയും അഭാവം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത്ര എക്സ്പീരിയൻസ് അല്ലാത്തൊരു സ്ക്വാഡൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ടീമിൽ മികച്ച വിദേശ താരങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ടീമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ പോലും ഇതൊരു മികച്ച ടീമാക്കി മാറ്റിയെടുക്കാനായിട്ട് കാരോളിസും അദ്ദേഹത്തിൻ്റെ ടീമും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും ബ്ലാസ്റ്റേഴ്സിന്റെ CEO പറഞ്ഞിരുന്നു. നമുക്കറിയാം, യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പലരും പറയുന്ന ഒരു കാര്യമാണ് യുവതാരങ്ങളെല്ലാം മറ്റു ക്ലബ്ബുകളിലേക്ക് കൊടുക്കുന്ന ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന്. എന്നാൽ അതൊരിക്കലും സത്യമല്ല എന്നും നിലവിലെ സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സീനിയർ താരങ്ങളും ടീമിലുണ്ട് എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.